ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ചോദ്യം ഇതാണ്: സെൻട്രിഫ്യൂഗൽ സ്വിച്ചിന്റെ സെൻട്രിഫ്യൂഗൽ പമ്പ് മോട്ടോർ ഈസ് യൂസ്ഡ് ടു കൺട്രോൾ. സെൻട്രിഫ്യൂഗൽ പമ്പ് മോട്ടോറിൽ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇവിടെ 4 ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ സപ്ലൈ ത്രൂ ദ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്, സപ്ലൈ ത്രൂ ദ റണ്ണിംഗ് വൈൻഡിങ്, സ്പീഡ് ഓഫ് ദ പമ്പ് മോട്ടോർ, ഓവർലോഡ് കറണ്ട്. ഈ 4 ഓപ്ഷൻ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ മോട്ടോറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്വിച്ച് അല്ല സെൻട്രിഫ്യൂഗൽ സ്വിച്ച്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സിയും അതേപോലെ തന്നെ ഓവർലോഡ് കറണ്ട് എന്നുള്ള പ്രൊട്ടക്ഷനും ഈ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് വഴി നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡിയും നമുക്ക് ഇവിടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും 2 ഓപ്ഷൻ ഉണ്ട്. ഇനി സെൻട്രിഫ്യൂഗൽ സ്വിച്ച് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ കാണിച്ചിരിക്കുന്നതാണ് സെൻട്രിഫ്യൂഗൽ സ്വിച്ച്. ഇതിനൊരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ഇത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് മോട്ടോറിൻ്റെ ആർമേച്ചറൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഷാഫ്റ്റിലാണ്. അതേപോലെ ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സ്വിച്ച്. ഇത് നോർമലി മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാത്ത സമയത്ത് ഈ സ്വിച്ചിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കുക, ഈ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്, മോട്ടോറിലുള്ള പ്രധാനപ്പെട്ട പോർഷൻസ് ആണ് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്, റണ്ണിങ് വൈൻഡിങ്, അതേപോലെ തന്നെ റോട്ടോർ. ഇത്രയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം വരുന്നത്. അതിൽ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് സീരീസ് ആയിട്ടാണ്, അല്ലെങ്കിൽ കപ്പാസിറ്ററിനും സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിനും ഇടയിൽ സീരീസ് ആയിട്ടാണ് സെൻട്രിഫ്യൂഗൽ സ്വിച്ച് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. നോർമലി ഇതിൻ്റെ പൊസിഷൻ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് നോർമലി അതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആയിരിക്കും. ഇനി മോട്ടോർ സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് കറങ്ങി തുടങ്ങി, അതായത് സ്റ്റാർട്ടിംഗ് ടോർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമുക്ക് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൻ്റെ ആവശ്യം. സ്റ്റാർട്ടിംഗ് ടോർക്ക് കിട്ടി ഒരു റണ്ണിങ് ടോർക്കൊക്കെ അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ടിംഗ് വൈൻഡിങ് അവിടെ ആവശ്യമില്ല. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിനെ മാറ്റി നിർത്തുക എന്നുള്ളൊരു പർപ്പസാണ് സെൻട്രിഫ്യൂഗൽ സ്വിച്ചിനുള്ളത്. എപ്പോഴാണ് ഇത് മാറ്റി നിർത്തേണ്ടി വരുന്നത്? അതായത് എൻ്റെ റണ്ണിങ് ടോർക്ക് അച്ചീവ് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ റണ്ണിങ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടോർ കറങ്ങി ഒരു 70 to 80% ഓഫ് അതിൻ്റെ റോട്ടോർ സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ ഈ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് എന്താവും? ഓപ്പൺ ആവും. അതെങ്ങനെയാണ് ഓപ്പൺ ആവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഓപ്പൺ ആവുന്നത്. അതുകൊണ്ടാണ് അതിന് സെൻട്രിഫ്യൂഗൽ സ്വിച്ച് എന്ന് പേര് വരാനുള്ള ഒരു പ്രധാന കാരണം. അപ്പോൾ ഇത് ഓപ്പൺ ആകുമ്പോൾ ഏത് കോയിലാണ് അവിടെ നിന്ന് റിമൂവ് ആവുന്നത്? സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ആണ്, അല്ലെങ്കിൽ ഓക്സിലറി വൈൻഡിങ് ആണ്. ഇനി മോട്ടോറിൻ്റെ സ്പീഡ് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ഓഫിലേക്ക് ഇടുന്ന സമയത്ത് വീണ്ടും സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്താവും? ഈ സ്പ്രിങ് വഴി അതെന്താവും? സ്വിച്ചിനെ ക്ലോസ് ചെയ്ത് നോർമലി ആവും. ഇങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഓപ്ഷനിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ എ സപ്ലൈ ത്രൂ ദ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇന്നത്തെ സെഗ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനുമായി അടുത്ത സെഗ്മെൻറ്റിൽ കാണുന്നവരേക്കും സൈനിങ് ഓഫ്.